ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു ചെറിയ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കാണുന്ന കണക്ക് എല്ലാവരുടെയും വീഡിയോ കാണുന്ന കണക്ക് വലിയ പർച്ചേസിംഗ് ഒന്നുമല്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഒരു ചെറിയൊരു വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ തുമ്പിയുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ എവിടെയൊക്കെ തൊട്ടും പിടിച്ചും ബഹളം വെച്ചും സംസാരിച്ചും ഒക്കെ ഇരിക്കും കേട്ടോ. നമ്മൾ കൊല്ലത്തു നിന്നാണ് എടുക്കുന്നത്, വെറ്റ്ലാൻഡിൽ പോയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം എന്താ ഈ രണ്ട് സൈഡിലും മൊത്തം ഈ കടകളിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് മേടിക്കുന്ന കടകളാണ് കേട്ടോ. ഇത് ഹോൾസെയിലായിട്ട് വിൽക്കുന്ന കടകൾ. വില കുറഞ്ഞ ഒരുപാട് സാധനങ്ങൾ കിട്ടും. ഒരു സൈഡിൽ പാത്രക്കടയാണെങ്കിൽ തൊട്ടിപ്പുറത്തെ സൈഡിൽ പലചരക്ക് കട. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വില കുറച്ച് മേടിക്കും. സാധാരണ നമ്മൾ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുന്നത് പെരുന്നാളിന്റെ തലേന്ന് രാത്രിയിലടുത്തുള്ള കടകളിലൊന്ന് ഓടിപ്പോയി എടുത്തുകൊണ്ട് വരാണ് കേട്ടോ പതിവ്. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഇച്ചിരി ടൗണിൽ തന്നെ പോയി എടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്നേ. ആദ്യം തന്നെ കട എത്തിയപ്പോഴേ ഞാൻ തുമ്പിയെടുത്ത് പറഞ്ഞു, മക്കളെ ഓടരുതേ ചാടരുതേ അടങ്ങി ഒതുങ്ങി നിൽക്കണേന്നൊക്കെ. കാരണം തുമ്പിയില്ല, തുമ്പിയുടെ അണക്ക് ഇങ്ങനെ അടന്നങ്ങ് പറക്കും കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സാധാരണ എല്ലാവരും ഇതിന് മുന്നേയൊക്കെ ഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. വലിയൊരു തിരക്കില്ല, എങ്കിലും തിരക്കുണ്ടായിരുന്നു. കയറി ചെന്ന പാടെ എനിക്കാണെങ്കിൽ ചുരിദാറിന്റെ ടോപ്പ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞാണ് കേട്ടോ കയറിയത്. എനിക്കാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെടാഞ്ഞ കാരണം എന്ന് വെച്ചാൽ എൻ്റെ സൈസിനൊത്തൊന്നും അവിടെ കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാൻ കേട്ടോ. എല്ലാം അങ്ങ് ചെറുത് എക്സല് സ്മാള് ഒക്കെ ആയിരുന്നു. അപ്പം ഡബിൾ എക്സലിൻ്റെ ഒക്കെ ചെറുതേ കുറച്ച് സെലക്ഷനേ ഉള്ളായിരുന്നു കേട്ടോ. എനിക്ക് ആ കഫ്താൻ ചുരിദാറൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കാരണം ചുരിദാർ എടുക്കണ്ട, ഒരു ടോപ്പ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ടോപ്പ് എടുത്തില്ല. ഞാൻ ടോപ്പ് എടുക്കുന്ന സമയം കൊണ്ട് രണ്ട് മക്കൾക്കും കൂടെ മേളിൽ പോയി എടുക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത്. തുമ്പി എന്നെ ഏൽപ്പിച്ച്. അപ്പം തുമ്പിയാണ് എനിക്ക് വീഡിയോസ് പിടിച്ചു തരുന്നത്. തുമ്പിക്ക് ആദ്യം തന്നെ ഒരു പാൻറ് ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നേ. എനിക്ക് അതിനകത്ത് ഒരു ചുരിദാർ നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിലയൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര വില. എനിക്കത് 3000 സംതിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മളത് നോക്കി കണ്ട് ആസ്വദിച്ച് അതുപോലെ അങ്ങ് വെച്ച് കേട്ടോ. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ആ കളർ അങ്ങ് ഇഷ്ടപ്പെട്ടേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒരുപാടൊന്നും വാരി വലിച്ചിട്ടൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു നന്നായിട്ട് കിടന്നങ്ങ് വെട്ടുന്നുണ്ടായിരുന്നു വീഡിയോ പിടിച്ചപ്പം. പിന്നെ അവിടെയൊക്കെ ഉള്ള ചുരിദാറൊക്കെ കുറച്ച് നേരം ഞാൻ നിന്ന് നോക്കി. അപ്പോഴത്തേക്ക് ഇക്കായ കണ്ടില്ല. ഞാൻ ഇക്കായ തിരക്കി ഞാനും തുമ്പിയും കൂടെ മേലോട്ട് കയറി പോയിട്ടോ. അപ്പോഴുണ്ട് വിച്ചുവിനും കിച്ചുവിനും ഒക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അവരൊന്ന് ഇട്ട് നോക്കുന്നതായിരുന്നേ. ഒരു മോള് കണ്ണാടി നോക്കിക്കൊണ്ടിരുന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും രണ്ടുപേരും ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ഇപ്രാവശ്യം ഷർട്ട് വേണ്ടെന്ന് പറഞ്ഞ് അവർക്ക് ബെന്നിയ മതിയെന്ന്. ബെന്നി ഞാൻ അങ്ങനെ മേടിച്ച് കൊടുക്കത്തില്ല കേട്ടോ. ഇവിടെ ആണെങ്കിൽ വലിച്ച് കഴുത്തിന്റെ സൈഡും നമ്മുടെ കൈയുടെ അവിടേക്ക് അങ്ങ് വലിഞ്ഞു പോകുമായിരുന്നു. അപ്പം ഇത് മതിയെന്ന് പറഞ്ഞിരുന്നത്. അപ്പം വിച്ചുവിന് ഈ ഡ്രസ്സ് എടുത്ത് കിച്ചുവിന് ഞാൻ വരുന്നതിന് മുന്നേ ഇതിന്റെ തന്നെ വേറൊരു കളർ എടുത്തിട്ടുണ്ടായിരുന്നേ. തുമ്പിയുടെ കുരുത്തക്കേട് കാണുമെന്നുണ്ടെങ്കിൽ ദാണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. വിച്ചു അവിടെ ഊരിയിട്ട് ഉടുപ്പ് ഇക്കായെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ആ ഉടുപ്പ് എടുത്തിട്ടുണ്ട് അവിടെ എല്ലാം നടക്കുക. ആക്കാണെങ്കിൽ ഒരു എന്തോ ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത രീതി അവിടെ നിന്നെയാണ് കേട്ടോ. എന്നിട്ട് ആ ഉടുപ്പൊക്കെ ഊരി വെക്കാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ അത് എൻ്റെ ഇക്കാട് ഉടുപ്പാന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും. നിങ്ങളുടെ ഫാമിലി അധികം നേരം ഒന്നും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല കേട്ടോ. ചെന്ന് എടുത്ത് ഇങ്ങ് പോരുന്നു, അത്രേ ഉള്ളായിരുന്നേ. അവിടെ ഇരിക്കുന്ന പിള്ളേരുടെയിലൊക്കെ ബലൂൺ ഇരിക്കുന്നത് എനിക്കും ബലൂൺ വേണമെന്ന് പറഞ്ഞൊക്കെ പോയി. കിച്ചൂട്ടിന് ഇവിടുന്ന് പറഞ്ഞങ്ങ് ഒപ്പിച്ചു കേട്ടോ. തുമ്പിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കും കേട്ടോ, എനിക്കൊരു ബലൂൺ തരുമോ. അവൾക്ക് വേണ്ട സാധനങ്ങൾ അവൾ ആരെടുത്താ എന്തോന്നൊന്നും ഇല്ല, അവൾ ചോദിച്ച് മേടിക്കും കേട്ടോ. അങ്ങനെ പോയിരുന്ന് ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ബലൂൺ അങ്ങ് മേടിച്ച് എന്നിട്ട് കൊണ്ടുവന്നതങ്ങ് വിച്ചുവിന് കൊടുത്തു കേട്ടോ. കാരണം ഇവക്ക് വേറൊരു ബലൂൺ ആരും കൊടുത്തത് ഇരിപ്പുണ്ടായിരുന്നു കയ്യിൽ. പിന്നെ എനിക്ക് അവിടുത്തെ ഡ്രസ്സ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ വേറൊരു കടയിലോട്ട് കയറി. എനിക്ക് ഒരു ചുരിദാറിന്റെ ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നേ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം മറക്കാതെ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ടാറ്റാ.